UAE ഒപെക് വിട്ടു. ലോക എണ്ണ വിപണിയിൽ ഇനിയുള്ള മാറ്റമെന്ത്? ലോകത്തെ എണ്ണ വിപണിയിൽ വലിയൊരു ഷോക്ക് സംഭവിച്ചിരിക്കുകയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇപ്പോൾ ഔദ്യോഗികമായി ഒപെക് വിട്ടിരിക്കുന്നു. ഇതൊരു ചെറിയ വാർത്തയല്ല. ഇത് മിഡിൽ ഈസ്റ്റ് ജിയോപൊളിറ്റിക്സിനെയും ലോകത്തിന്റെ ഓയിൽ ഇക്കോണമിയെ തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒരു വലിയ നീക്കമാണ്. പക്ഷേ ചോദ്യമിതാണ്, UAE ഇത്രയും വർഷങ്ങൾ ഒപെക്കിലുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ പോലും പുറത്തുപോകാത്ത രാജ്യം ഇപ്പോൾ എന്തുകൊണ്ട് പുറത്തേക്ക് പോയി? ഇതിന്റെ പിന്നിൽ പൊളിറ്റിക്കൽ കാരണങ്ങളാണോ അല്ലെങ്കിൽ പ്യോർ ബിസിനസ് ഡിസിഷനാണോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് ഡീറ്റെയിലായി നോക്കാം. ആദ്യം ഒപെക് എന്താണെന്ന് മനസ്സിലാക്കാം. ഒപെക് എന്നത് ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ്. ലോകത്തിലെ വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായി രൂപീകരിച്ച ഒരു സംഘടന. ഇതിൽ പ്രധാനമായുള്ള രാജ്യങ്ങൾ സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ് കൂടാതെ UAE. ഈ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രൊഡക്ഷൻ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്തുകൊണ്ടാണ് ഓയിൽ പ്രൈസ് കൺട്രോൾ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ കുറച്ചാൽ പ്രൈസ് കൂടും, പ്രൊഡക്ഷൻ കൂട്ടിയാൽ പ്രൈസ് കുറയും. UAE ഈ സംഘടനയിലെ ഒരു പ്രധാന അംഗമായിരുന്നു. സൗദി അറേബ്യയുമായി വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പല വർഷങ്ങളായി ഒപെക് പോളിസീസ് ഫോളോ ചെയ്തുകൊണ്ടാണ് UAE മുന്നോട്ടു പോയത്. പക്ഷേ പതിയെ ഒരു പ്രശ്നം വളർന്നു തുടങ്ങി. അതായിരുന്നു പ്രൊഡക്ഷൻ കോട്ട. UAE എന്തിന് ഒപെക് വിട്ടു? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കാം. UAE കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഓയിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മാസിവ്ലി വർദ്ധിപ്പിച്ചു. ഏകദേശം $150 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ UAEക്ക് ദിവസേന ഏകദേശം 5 മില്യൺ ബാരൽസ് വരെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ ഒപെക് കോട്ട എന്താണ് പറഞ്ഞത്? 3.2 മുതൽ 3.6 മില്യൺ ബാരൽസ് വരെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് UAEക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ ഒപെക് റൂൾസ് കാരണം അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു വലിയ ഫ്രസ്ട്രേഷനായി മാറി. അതിനു പുറമെ ഒപെക്കിൽ ഡിസിഷൻ മേക്കിംഗ് കൂടുതലും സൗദി അറേബ്യ ഇൻഫ്ലുവൻസ്ഡ് ആണ്. UAE പലപ്പോഴും കോട്ട ഇൻക്രീസ് ആവശ്യപ്പെട്ടു, പക്ഷേ അത് അനുവദിച്ചില്ല. ഇതോടെ റിലേഷൻഷിപ്പ് ഗ്രാജ്വലി വീക്കായി. ഇതോടൊപ്പം ഒരു വലിയ സ്ട്രാറ്റജിക് ചേഞ്ചും UAE എടുത്തു. മറ്റു രാജ്യങ്ങൾ ഹൈ ഓയിൽ പ്രൈസ് നിലനിർത്താൻ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ UAE ഒരു ഡിഫറന്റ് അപ്രോച്ച് എടുത്തു. പ്രൈസ് കൂട്ടുന്നതിന് പകരം കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് നേടാം. കാരണം UAEക്ക് ലോ ഓയിൽ പ്രൈസിലും സർവൈവ് ചെയ്യാൻ കഴിയും. ഇതോടൊപ്പം മറ്റൊരു വലിയ കാര്യം കൂടിയുണ്ട്. ലോകം പതിയെ റിന്യൂവബിൾ എനർജിയിലേക്ക് മാറുകയാണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് വർദ്ധിക്കുന്നു. അതായത് ഫ്യൂച്ചറിൽ ഓയിൽ ഡിമാൻഡ് പ്ലെറ്റു ആവും, പിന്നെ കുറയാനും ചാൻസ് ഉണ്ട്. UAEയുടെ കാൽക്കുലേഷൻ സിമ്പിളാണ്. ഇപ്പോൾ തന്നെ മാക്സിമം ഓയിൽ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാം. ഇതിന്റെ ഇമ്പാക്റ്റ് എന്താകും? UAE ഇപ്പോൾ ഇൻഡിപെൻഡന്റായി ഓയിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ കഴിയും. ഏകദേശം 5 മില്യൺ ബാരൽസ് പെർ ഡേ വരെ എത്താൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഗ്ലോബൽ ഓയിൽ സപ്ലൈ കൂടും. ഷോർട്ട് ടേമിൽ ഓയിൽ പ്രൈസ് കുറയാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഒപെക്കിന്റെ പവറും കുറയും. കാരണം UAE പോലുള്ള വലിയ പ്രൊഡ്യൂസർ പുറത്തേക്ക് പോയത് ഒരു വലിയ സിഗ്നലാണ്. ഒപെക്കിന്റെ ഫ്യൂച്ചർ ഇനി എന്താണ്? ഒപെക് ഇനി പഴയ പോലെ ശക്തമായി തുടരുമോ? റിയാലിറ്റി നോക്കുമ്പോൾ ഇതിനകം തന്നെ ഇന്റേണൽ ഡിസഗ്രിമെന്റ്സ് ഉണ്ടായിരുന്നു. UAE എക്സിറ്റ് ചെയ്തത് മറ്റു രാജ്യങ്ങൾക്കൊരു സിഗ്നലാണ്. കോട്ട ഇഷ്യൂള്ള രാജ്യങ്ങൾ ഫ്യൂച്ചറിൽ എക്സിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് പതിയെ ഒപെക് ഇൻഫ്ലുവൻസ് കുറയാം. UAEയുടെ ഫ്യൂച്ചർ സ്ട്രാറ്റജി എന്താണ്? UAEയുടെ പ്ലാൻ വളരെ ക്ലിയറാണ്. മാക്സിമം ഓയിൽ പ്രൊഡക്ഷൻ, ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ്, ഓയിൽ റവന്യൂ ഉപയോഗിച്ച് ഡൈവേഴ്സിഫിക്കേഷൻ. ടെക്നോളജി, AI, ടൂറിസം പോലുള്ള മേഖലകളിലേക്ക് UAE ഓൾറെഡി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓയിൽ മണി ഉപയോഗിച്ച് ഫ്യൂച്ചർ ഇക്കോണമി ബിൽഡ് ചെയ്യുകയാണ്. ഇതൊരു സിമ്പിൾ എക്സിറ്റ് അല്ല. ഗ്ലോബൽ ഓയിൽ പൊളിറ്റിക്സ് മാറ്റുന്ന ഒരു ഹിസ്റ്ററിക് ഡിസിഷനാണ്. UAE ഒരു ബോൾഡ് മൂവ് എടുത്തു. ഒപെക് ഒരു വലിയ ചാലഞ്ച് നേരിടുന്നു. ഇനി ഫ്യൂച്ചറിൽ ഓയിൽ മാർക്കറ്റ് കൂടുതൽ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഇങ്ങനെ ഗ്ലോബൽ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ.